കേക്ക് വിവാദത്തിൽ വീണ്ടും നേർക്കുനേർ. ഇടവേളയ്ക്കു ശേഷമാണ് നമ്മൾ ആ വാർത്തയിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേക്ക് വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുസ്ലിം ലീഗ്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് ഈ രൂക്ഷ വിമർശനം. കേസുകളിൽ നൂരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയിൽ ലീഗ് നേതാക്കൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയം ഹമീദ് ഫൈസി അമ്പലക്കടവിന് താക്കീതും നൽകി. എന്നാൽ സാദിഖ് അലി തങ്ങൾക്കോ മുസ്ലിം ലീഗിനോ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഹമീദ് ഫൈസിയുടെ വിശദീകരണം. നമുക്ക് പ്രതികരണങ്ങളെല്ലാം കേട്ടുവരാം. ഇത്തരം പ്രസ്താവനകൾക്ക് ആധാരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ മുക്കം ഉമർ ഫൈസിയും അതേപോലെ തന്നെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിരന്തരമായി ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ ആക്രമിക്കുകയാണ്. എത്ര കാലം നോക്കിക്കാൻ കഴിയും? മിണ്ടാതിരിക്കുന്നതിന് പിന്നെ ഒരു പരിധിയില്ലേ? ഇത്തരത്തിൽ ആക്ഷേപമായി വന്നതിന് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും. ഇതിൽ സമസ്ത ഒരു കക്ഷിയേ അല്ല. സമസ്തയുടെ ഉയർന്ന പണ്ഡിതന്മാർ മുഴുവനും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവരാണ്. അവർ ഊന്നി പറയുന്നുണ്ട്. ജഫ്രി തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് സമസ്ത വേദികളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അണികൾ പ്രതികരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീക്കരുത്. ഈ മുന്നറിയിപ്പാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടാണ് ആ ഭാഗത്തിൻ്റെ വിശദീകരണം കൊടുത്തത്. നമ്മളിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഗീസ് ചക്കാലക്കൽ തിരുമേനിയുടെ അരമനയിൽ പോവുകയും അദ്ദേഹത്തെ ഈ ക്രിസ്മസ് ദിവസം ചെന്ന് സന്ദർശിക്കുകയും സന്തോഷം പങ്കിടുകയും ഇതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മാത്രം അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല, പരാമർശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പൊതുവായൊരു കാര്യം, കണ്ണും ചിമ്മി നമ്മൾ വിശ്വാസമില്ലെങ്കിൽ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു ധാരണ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബോധവും പറഞ്ഞ ആ ഒരു വിശകലനമാണത്. നമുക്കിപ്പം മുബഷിർ അക്ബറും VS രഞ്ജിത്തും ചേരുന്നു. ആദ്യം മുബഷിർ അക്ബറിലേക്ക്. മുബഷിർ അക്ബർ, PK കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നാലെ PMA സലാം ആഞ്ഞടിക്കുകയാണ്. കാരണം ഇനി ആ പ്രതികരണം ചെറിയ ഭാഷയിലൊന്നും ഒതുക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ വീണ്ടും ഈ വിമർശനം തുടരും. അപ്പോൾ വിമർശനം ഇനി ഒഴിവാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. നമുക്കറിയാം, ഖാസി വിവാദത്തിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെന്ന് പറഞ്ഞിരുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ ഒരാളെ സമൂഹത്തിൽ അവഹേളിച്ച ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം, നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വിവരം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷ ചടങ്ങിനിടെയുണ്ടായ കേക്ക് മുറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ തന്നെ യുവജന വിഭാഗമായിട്ടുള്ള SYSന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പരാമർശം സ്വാഭാവികമായിട്ടും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരാണെന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു. അതിനെതിരെ കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി തന്നെ ശക്തമായ ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമീദ് ഫൈസി അമ്പലക്കടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കേസുണ്ട്. അതായത് അദ്ദേഹം ഉൾപ്പെടെ നേതൃനിരയിലുള്ള കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഓർഫനേജ് സ്കൂളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു കേസിൽ നിന്ന് മൂരിപ്പോരാൻ ഇടതു സർക്കാരിന്റെ സഹായം തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ അവഹേളിക്കുന്നത്, ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് PMA സലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതൊന്നും തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊക്കെ തന്നെ സമൂഹത്തിൽ മനസ്സിലാകും. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമൂഹം മനസ്സിലാക്കുന്നുണ്ട്, അതറിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഒരു നിലക്കും മുന്നോട്ട് വിമർശനമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് ഒന്നാകെ ആവശ്യപ്പെട്ടതിന് സമാനമായ രീതിയിലുള്ള നിലപാടിലേക്ക് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിലെ നേതാക്കൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വരുന്നു, തൊട്ടു പിന്നാലെ PMA സലാമിന്റെ പ്രതികരണം വരുന്നു. ഇവർക്കെതിരെയൊക്കെ തന്നെ, അതായത് സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം വലിയ പരിപാടികളിലേക്ക് മുസ്ലിം ലീഗ് കടക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന ഒരു സൂചനയാണ് PMA സലാമിന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഷാഫി ചാലിയവും സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ.
ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനം നടത്തിയ ഒരു പ്രസംഗത്തിൽ തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ് PMA സലാമിനെതിരെയും അത്തരമൊരു വിമർശനം നടത്തിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു വക്താവായിട്ടാണ് PMA സലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം PMA സലാമിനെതിരായിട്ട്. നേരത്തെ ഈ സമാന നിരയിലുള്ള നേതാക്കൾ തന്നെ മുജാഹിദ് ബന്ധം ആരോപിച്ചുകൊണ്ട് PMA സലാമിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ പറയുമ്പോൾ അത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയാണ് അത്തരമുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളുമായിട്ട് ഇവർ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇപ്പോൾ ഫൈസിയും ആ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലും പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഇന്നലെ ഫൈസി അമ്പലക്കടവ് നടത്തിയ പ്രതികരണത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണോ നിലപാട് ഒന്ന് അയയാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ വിശദീകരണത്തിൽ പറയുന്നത് എന്താണ് VS രഞ്ജിത്ത് ഫൈസി? ഡോക്ടർ അരുൺകുമാർ, ഈ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഘട്ടത്തിൽ ഇത് വിവാദമാവുന്ന ഒരു പ്രതീക്ഷിക്കുന്നില്ല. കാരണം അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ മറ്റൊരു ആദർശ സമ്മേളനത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതിന് മറുപടി കൊടുക്കുകയാണ്. ഇത് പിന്നീട് മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാദമാവുന്നു. സമസ്തയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാവും. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ സമസ്തയുടെ ഒരു മുതിർന്ന അംഗം സംസാരിക്കുക എന്ന് പറയുന്നത് സമസ്തയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയല്ല പറഞ്ഞത് എന്ന് പരസ്യമായി പറയാൻ അവർ നിർബന്ധിതരാകും. പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കം നേരത്തെ നടത്തിയ പ്രസ്താവന, അതായത് ഖാളിപ്പട്ടവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉമർ ഫൈസി നടത്തിയ പ്രസ്താവന ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ വിവാദമാവുകയും നേതാക്കന്മാർ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അത് പിൻവലിക്കാൻ വേണ്ടി ഉമർ ഫൈസി മുക്കത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ചില ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് പോകണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ്, അതായത് ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് സാദിഖ് അലി തങ്ങളെ പ്രകോപിപ്പിക്കാനും ലീഗിനെ പ്രകോപിപ്പിക്കാനും ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ പ്രസ്താവന കാരണമാവുന്നത്. സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്കെതിരെയല്ല, ലീഗിനെതിരെയല്ല എന്ന് പറയേണ്ടത് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ക്രിസ്മസ് ദിവസത്തിൽ ഫാദർ വർഗീസ് ചക്കാലക്കലിനൊപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തന്നെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ആദർശ സമ്മേളനത്തിൽ വയലത്തൂരിൽ പ്രസംഗം നടത്തിയത്. പക്ഷേ സമ്മർദ്ദം ശക്തമാവുമ്പോൾ, ഈ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇന്ന് ഷാഫി ചാലിയൊക്കെ പ്രതികരിച്ചത് അണികളെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കേണ്ട ഘട്ടത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു മുന്നറിയിപ്പാണ്. അത്തരത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിന് ആക്കം കൂട്ടാൻ ഹമീദ് ഫൈസി അമ്പലക്കടവ് കാരണമാകരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടാകും. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്തും മുബഷീറുമാണ് നമുക്കൊപ്പം ചേർന്നത്.